പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. അനുഗ്രഹീതവും വിലയേറിയതുമായ നല്ല പ്രഭാതവേളയോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇങ്ങനൊരു മനോഹര പ്രഭാതം ദൈവം നമുക്ക് അനുവദനീയമായി തന്നു. വിശേഷ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഗുഡ് ഫ്രൈഡേ അഥവാ ദുഃഖവെള്ളി എന്ന ഈ ദിവസം ക്രൈസ്തവ സമൂഹം കൊണ്ടാടുമ്പോൾ ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവ നമുക്ക് ഇതൊരു പ്രത്യേക ദിനാചരണമല്ല, മറിച്ച് ഓരോ ദിവസവും നാം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ സൂക്ഷിക്കേണ്ട ഒന്നാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ പെസഹായെക്കുറിച്ചൊരു ഒരു ഓഡിയോ ചെയ്തിരുന്നു. അതിൽ പെസഹയെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ നമ്മുടെ നടുവിലുണ്ട്. വിശേഷാൽ പെന്തക്കോസ്ത് സമൂഹം പെസഹ, തിരുവത്താഴം ഇവയെക്കുറിച്ച് ഉള്ള ഒരു തെറ്റായ കോൺസെപ്റ്റ് പഠിപ്പിക്കലുകളും നമ്മുടെ നടുവിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ പെസഹ എന്ന് പറയുന്നതാണോ കർത്താവിൻ്റെ മേശ അഥവാ തിരുവത്താഴം? പെസഹ ആണോ കർത്താവായ യേശു ക്രിസ്തു തിരുവത്താഴമായി ഉപയോഗിച്ചത് എന്നൊക്കെയുള്ള ധാരാളം തർക്കങ്ങളും പഠനങ്ങളും നമ്മുടെ നടുവിലുണ്ട്. എന്നാൽ എൻ്റെ പ്രിയരെ, ഞാനൊരു കാര്യം ഈ പ്രഭാതത്തിൽ പറയാം. പെസഹയും തിരുവത്താഴവും രണ്ടും രണ്ടാണ്, അതൊന്നല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഇസ്രായേലിന് 7 പ്രസിദ്ധമായ പെരുന്നാളുകൾ ദൈവം കൊടുത്തു. ആ പെരുന്നാളിൽ ഒന്നാമത്തെ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത്. പാസ് ഓവർ, കടന്നുപോക്ക് എന്നർത്ഥം വരുന്ന പെസഹ. ഇത് സത്യത്തിൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരിക്കലും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെയോ അല്ലെങ്കിൽ ക്രിസ്തു സഹിച്ച പങ്കപ്പാടുകളെയോ അല്ല പെസഹ ഓർപ്പിക്കുന്നത്. ക്രിസ്തു മരിക്കുന്നതിന് മുൻപേ തന്നെ പെസഹ എന്ന് പറയുന്ന പെരുന്നാൾ ഉണ്ടായിരുന്നു, യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആ പെരുന്നാൾ ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ 430 വർഷത്തെ പീഡാനുഭവം ഇസ്രായേൽ ജനത അനുഭവിച്ച കഷ്ടാനുഭവങ്ങളാണ് പെസഹയായിട്ട് ആചരിക്കുന്നത്. എന്നാൽ ക്രൈസ്തവ സമൂഹം അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയോ ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലേക്ക് പെസഹ കൊണ്ടുവന്ന് തിരികെ കയറ്റി. എന്നാൽ ഈ പെസഹ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും ക്രിസ്തുവിൻ്റെ ഉയർപ്പും തമ്മിൽ യാതൊരുവിധമായ ബന്ധവുമില്ല. ആ പെസഹ കൊണ്ടാടുവാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഉത്സവം നടത്തുവാൻ വേണ്ടി ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും മാളിക മുറിയിലേക്ക് കയറി വരികയാണ്. അവിടെ വെച്ച് പെസഹ അപ്പം അവർ ഭക്ഷിക്കുന്നു. എന്നാൽ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഈ പെസഹ അപ്പം അവർ ഭക്ഷിക്കുന്നതിനും അത് പാനം ചെയ്യുന്നതിനും പ്രത്യേകമായ ഒരു രീതികളുണ്ട്. ആ രീതി അനുസരിച്ചാണ് ഇവർ ഈ അപ്പത്തെ നുറുക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ തിരുശരീരവും ഈ പെസഹയും തമ്മിൽ എന്താ ബന്ധം? ഒന്നും കൂടെ ഉറപ്പിച്ച് പറയാം, യാതൊരു വിധമായ ബന്ധവും ഇല്ല. എന്നാൽ ഒരു ചോദ്യം, ക്രിസ്തു നുറുക്കിയ ആ അപ്പം പിന്നെ ഏത്? യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അവർ ഈ പെസഹ അപ്പത്തിന് പുറമെ മറ്റ് 3 അപ്പം അവർ മേശപ്പുറത്ത് വെക്കുക പതിവാണ്. അതിൽ ഒരപ്പം മുറിക്കേണ്ടത് മശികയാണെന്നുള്ള ഒരു വിശ്വാസം ഈ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ട്. അങ്ങനെ യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ആ വിശ്വാസം, അതിനെയാണ് കർത്താവായ യേശു ക്രിസ്തു എടുത്ത് വാഴ്ത്തി നുറുക്കുന്നത്. സാക്ഷാൽ മശിഹ ആണല്ലോ നമ്മുടെ കർത്താവ്.
ഇവർ മശിഹയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഈ അപ്പം, അങ്ങനെ ആ അപ്പമാണ് ഈ കർത്താവ് എടുത്ത് വാഴ്ത്തി നുറുക്കുന്നത്. അങ്ങനെ വാഴ്ത്തി നുറുക്കിയ ആ അപ്പത്തിലല്ല ഇസ്കരിയോത്ത യൂദ കൈവച്ചതും തിന്നതും, മറിച്ച് ഇസ്കരിയോത്ത യൂദ കഴിച്ചത് പെസഹ അപ്പമാണ്. ക്രിസ്തുവിൻ്റെ ശരീരം ആണ് എന്ന് പറഞ്ഞ് കർത്താവ് വാഴ്ത്തി കൊടുക്കുന്ന അപ്പത്തെ അല്ല ഈ ഇസ്കരിയോത്ത യൂദ ഭക്ഷിച്ചത്. അപ്പോൾ പെസഹയെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ ഇനിയും ഉണ്ട് എങ്കിലും സന്ദർഭോചിതമായി ഞാനിവിടെ ഒന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട്. മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം, അത് എന്നുവരെ നാം അതിനെ ഭക്ഷിക്കണം, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്നുവരെ അതിനെ ഭക്ഷിക്കണമെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ വരവ് വരെ എന്നാണ് വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. പലരും പറയുന്ന ഒരു ഭാഗമുണ്ട്, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങനെ ഒരു വാക്യവും വേദപുസ്തകത്തിലില്ല. കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് അരുളി ചെയ്ത ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ പ്രഭാത ചിന്തയ്ക്കിവിടെ വിരാമം കുറിക്കുമ്പോൾ ഇതൊരു ചെറിയൊരു അറിവായിട്ട് മാത്രം എടുക്കുകയും തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ മറ്റ് ചില കാര്യങ്ങളുമായി ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള സന്ദേശവുമായി നിങ്ങളുടെ അടുക്കലെത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ദൈവകൃപ കൊണ്ട് എല്ലാവരെയും പൊതിയണം. മാനും മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.